പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഏപ്രിൽ മാസം 11-ാം തീയതിയാണ്. ഒരു വാരത്തിൻ്റെ ഒരാഴ്ചയുടെ അവസാന ദിവസം എത്തി നിൽക്കുകയാണ്. വചനം പഠിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വചനം പഠിക്കാം. ഇന്ന് പഠിക്കുന്നത് വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 9-ാമത്തെ വചനമാണ്. ദ സെക്കൻഡ് ലെറ്റർ ഓഫ് സെയിന്റ് പീറ്റർ, ചാപ്റ്റർ 3 വേഴ്സ് 9. അതിങ്ങനെയാണ് പറയുന്നത്: കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. കർത്താവ് തൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. ഇതാണ് വചനം. അതായത് ഒരു വ്യക്തി പോലും, ലോകത്തുള്ള ഓരോ മനുഷ്യരും പാപികളായിരിക്കെ അവരെല്ലാം അനുദപിക്കണം. നാം എല്ലാവരും പാപം ചെയ്യുന്നവരാണ്. അനുദപിച്ച് കർത്താവിലേക്ക് തിരിയുക, ദൈവസ്നേഹം കൊണ്ട് നിറയുക, ദൈവത്തിൻ്റെ സ്വന്തമായി മാറുക. ഇതൊക്കെ കർത്താവ് ആഗ്രഹിക്കണം. അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും നഷ്ടപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ആരും നഷ്ടപ്പെടരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന കർത്താവെ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ അങ്ങയുടെ പക്കലേക്ക് തിരിയുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവിടുന്ന് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. The Lord is not slow about his promise, as some think of slowness, but is patient with you, not wanting any to perish, but all to come to repentance. നോക്കിക്കേ, ആരും നശിച്ചു പോകരുത്. The Lord is not slow about his promise, as some think of slowness, but is patient with you, not wanting any to perish, but all to come to repentance. എല്ലാവരും അനുദപിക്കണം. ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം. നമുക്ക് അനുദപിക്കാം. നമ്മുടെ പാപങ്ങൾ കർത്താവിനോട് പറഞ്ഞ്, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, നിൻ്റെ പക്കലേക്ക് തിരിയാൻ എന്നെ സഹായിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.